കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ കർത്താവിൽ ബലപ്പെടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ സന്തോഷിക്കണം, കർത്താവിൽ വിശ്രമിക്കണം, കർത്താവിൽ ആശ്രയിക്കണം. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനങ്ങൾ അതനുസരിക്കാനും അതുപോലെ ചെയ്ത് ജീവിതത്തിൽ വിജയം കൊണ്ടുവരാനാണ്. ദൈവവചനം കേൾക്കാനുള്ളതല്ല, കേട്ട് വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് വിജയിക്കാനുള്ളതാണ് ദൈവവചനം. ദൈവവചനം വെറുതെ കേൾക്കരുത്, ദൈവവചനം അനുസരിക്കാൻ വേണ്ടി കേൾക്കണം. ഇന്നു മുതൽ നമുക്ക് അങ്ങനെ കർത്താവ് കൃപ തരട്ടെ. ഓരോ ദിവസവും നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവവചനം നമുക്ക് മറുപടി തരും. നമ്മുടെ സാഹചര്യങ്ങൾ മുഴുവനും മാറും. എത്ര അസാധ്യതകളുണ്ടോ അത് മുഴുവനും സാധ്യമാകും. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ച് ഈ വചനം കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത്. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാം. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അങ്ങേറ്റവുമധികമായി
എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ. ദൈവത്തിന് ഓർമ്മക്കുറവൊന്നും ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊന്നും ദൈവം കേൾക്കാതിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുതായി പോയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയത്. ദൈവം ചെറിയ കാര്യങ്ങൾ പോലും ഓർക്കുന്ന ദൈവമാണ്, മറക്കാത്ത ദൈവമാണ്. ഇത് നമ്മുടെ ബലമാണ്. ദൈവം ഒന്നും മറന്നു കളയുന്നില്ല. വേദപുസ്തകത്തിൽ ഏറ്റവും നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ഭാഗം ഇതാണ്. ചില വചനങ്ങൾ പറയാം. എബ്രായലേഖനം 6:10 ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവത്തിന് വേണ്ടി ആരെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ചെയ്താൽ, അത് വലുത് വേണമെന്നില്ല, ഒരു കൊച്ചു കാര്യം ചെയ്താൽ പോലും ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. ദൈവം മറന്നു കളഞ്ഞാൽ ദൈവ അനീതിയുള്ള ദൈവമാണ്. ഒത്തിരി പേര് നമ്മെ മറന്നുപോയില്ലേ? കഷ്ടകാലത്ത് നമ്മൾ ഒത്തിരി പേരെ സഹായിച്ചു. എന്നാൽ അവരുടെ നല്ല കാലത്ത് അവർ നമ്മളെ മറന്നു കാണും. എത്രയോ ചരിത്രങ്ങൾ എനിക്ക് പറയാനുണ്ട്. എത്രയോ പേരെ പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം ഓടിയിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം എവിടെയാണെന്ന് പോലും ഇന്ന് അറിയില്ല. ഇതുപോലെ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും വിഷമങ്ങൾ വരുന്നത്. എന്നാലും അവർ നമ്മളെ മറന്നു കളഞ്ഞല്ലോ. ജോസഫ് പറയാണ്, ജോസഫിൻ്റെ ചരിത്രത്തിൽ പറയുന്നു, പാനപാത്രവാഹകൻ്റെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. അത് ജോസഫിനെ ദൈവം നന്മയാക്കി മാറ്റി. ചിലർ മറക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. മറക്കേണ്ടത് മറപ്പിക്കുവാനും ഓർക്കേണ്ടത് ഓർമ്മിപ്പിക്കുവാനും നമുക്കൊരു കർത്താവുണ്ട്. ഓർമ്മകളെ വെച്ചത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് മറവിയില്ല, ദൈവത്തിന് വാർദ്ധക്യമില്ല. നമ്മുടെ ദൈവം നിത്യ ദൈവം. അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ തളരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ക്ഷീണിക്കുന്നില്ല. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളൊന്നും നമ്മുടെ ദൈവത്തിനില്ല. നമ്മുടെ ദൈവം നിത്യ ദൈവം എന്നാണ് യെശയ്യാവ് 40 പറയുന്നത്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു, ശക്തിയില്ലാത്തവർക്ക് ശക്തി നൽകുന്നു. ബാല്യക്കാർ തളരും, യൗവനക്കാർ ക്ഷീണിച്ചു പോകും. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മെ ഓർക്കുന്നു എന്ന സത്യം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലമാണ്. നമ്മുടെ ദൈവത്തിന് മറവിയില്ല. അവൻ മറന്നു കളയുന്ന ദൈവമല്ല. എന്ത്? ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചത് ഏത് പ്രവൃത്തിയാണ്? വിശുദ്ധന്മാർക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷ. ദൈവസഭയിൽ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തത്, അത് അനാഥർക്കാണോ, വിധവമാർക്കാണോ, സഭയിലെ ഇന്ന കുടുംബത്തിനാണോ, സഭയ്ക്ക് വേണ്ടിയാണോ, വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവദാസന് വേണ്ടിയാണോ? നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്തിരിക്കുന്ന ഒരു ദൈവം. കാരണം സഭ ഭൂമിയിലെ ദൈവത്തിൻ്റെ ഏറ്റവും വിശേഷതയുള്ള ഒന്നാണ് സഭ. യേശുവിൻ്റെ സഭയെ ആരെങ്കിലും ചെറിയ രീതിയിലൊന്ന് സഹായിച്ചാൽ ദൈവം അത് ഓർത്തിരിക്കും, ദൈവം മറന്നു കളയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും എന്ന് നമ്മൾ സദൃശ്യവാക്യത്തിൽ വായിക്കുന്നു. നീതിമാൻ എപ്പോഴും ഓർമ്മയിൽ ഇരിക്കും. ഒരു വാക്യം കൂടി വായിക്കട്ടെ. ലൂക്കോസ് 12
6-ാമത്തെ വാക്യം, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു കളയുന്നില്ല. കാശിന് 2 കുരികിൽ, 2 കാശിന് 5 കുരികിൽ. അതിൻ്റെ അർത്ഥം 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് 2 മത്തി, 200 രൂപയ്ക്ക് 4 മത്തിയാണ് കൊടുക്കേണ്ടത്. മീൻ കച്ചവടമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? 200 രൂപക്ക് വാങ്ങിച്ചത് കൊണ്ട് 1 മത്തി എക്സ്ട്രാ തന്നു. കുരികിലെന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്. 4 എണ്ണം കൊടുത്താൽ മതി, എന്നാൽ കൂടുതൽ മേടിച്ചപ്പോൾ 1 എക്സ്ട്രാ തന്നു. അതുപോലും ആ കച്ചവടക്കാരൻ അതിന് വില കൽപ്പിച്ചിട്ടില്ല. എന്നാൽ അതിന് ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അറിയാതെ അല്ല അത് നിലത്ത് വീണത്. ഇത് വിൽക്കുന്ന ആൾക്ക് ഒരു വിലയുമില്ല അതിന്, എന്നാൽ ദൈവം അതിനെ പോലും അറിയുന്നു. അപ്പോൾ നമ്മൾ എത്ര വിശേഷതയുള്ളവരാണ്, അതാണ് കർത്താവിന് പറയാനുള്ളത്. വയലിലെ താമരയെ ദൈവം ശലോമോനേക്കാൾ നന്നായിട്ട് ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളുടെ കാര്യത്തിൽ എത്രത്തോളം ദൈവം ശ്രദ്ധ പതിപ്പിക്കുന്ന ദൈവമാണ്. ഈ വചനങ്ങൾ ഒരു ദൈവ പൈതൽ വിശ്വസിക്കണം. ദൈവം അതിനാണ് എഴുതി വച്ചിരിക്കുന്നത്. കുഞ്ഞെ, ഞാൻ ജീവനോടെ ഉണ്ട്, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, ഞാൻ നിന്റെ സങ്കടങ്ങൾ അറിയുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അതെ, ദൈവ സങ്കടങ്ങൾ അറിയുന്നു, കഷ്ടത കാണുന്നു, നിലവിളി കേൾക്കുന്നു. ദൈവത്തിന് ചെവിയുണ്ട്, ദൈവത്തിന് കണ്ണുണ്ട്, ദൈവത്തിന് നല്ലൊരു ഹൃദയമുണ്ട്. എല്ലാം മനസ്സിലാക്കുന്ന ഒരു നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം. അപ്പോൾ ദൈവം ഒന്നും മറന്നു കളയുന്ന ദൈവമല്ല. തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഇതാണ് വേദപുസ്തകത്തിലെ കുറച്ച് ചരിത്രങ്ങൾ ഇതിനോട് ചേർക്കട്ടെ. യെഗസ്കിയാവിൻ്റെ ചരിത്രം, യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ആ കാലത്ത് യെഗസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാവുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. 2-ാം വാക്യം, അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഞാൻ നടന്നതും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതും ഞാൻ നിന്റെ കാര്യങ്ങളിൽ വളരെ ഏകാഗ്രതയോടെ ജീവിച്ചതും ഓർക്കണമേ. എന്താണ്? അവൻ്റെ അപ്പൻ ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു, ആഗാസ്. ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിലെ ഉപകരണങ്ങളെല്ലാം തല്ലിപ്പൊളിച്ച് ആലയം അടച്ചു പൂട്ടിയ ദുഷ്ടനായ ഒരു രാജാവിൻ്റെ മോനാണ് ആര്? യെഗസ്കിയാവ്. അപ്പോൾ ഒരു ശാപം വരാൻ സാധ്യതയുള്ള ഒരു കുടുംബത്തിലാണ് ഇവൻ വന്നത്. ദൈവത്തോട് ഏറ്റവും ദ്രോഹം ചെയ്ത ഒരു മനുഷ്യൻ്റെ മോൻ. അവൻ്റെ ആഗാസിൻ്റെ തലമുറയിൽ മുഴുവനും ശാപം വരണം. എന്നാൽ യെഗസ്കിയാവ് ദൈവത്തിന് വേണ്ടി നിന്നു. കോരഹ് മത്സരിച്ചപ്പോൾ കോരഹ് പുത്രന്മാർ അതിൽ നിന്നും വിട്ടുനിന്നതുപോലെ യെഗസ്കിയാവ് അവൻ വിട്ടുനിന്നു. അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ആദ്യ ദിവസം തന്നെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. ലേവ്യരെ അവിടെയാക്കി, ആരാധന യഥാസ്ഥാനത്താക്കി, അവിടെ വലിയ കാര്യങ്ങൾ ചെയ്തു. എല്ലാവർക്കും നല്ല ശമ്പളം കൊടുത്തു. അങ്ങനെ രാജാവിൻ്റെ ഉത്തരവാദിത്വത്തിൽ ദൈവത്തിൻ്റെ ആലയത്തെ പുതുക്കി പണിതു. അപ്പൻ ചെയ്തതെല്ലാം മകൻ തിരുത്തി. അങ്ങനെ ദൈവത്തിന് പ്രസാദമായത് ചെയ്ത മനുഷ്യനാണ് ആര്? യെഗസ്കിയാവ്. ഇപ്പോൾ യെഗസ്കിയാവ് കരയുകയാണ്, ദൈവമേ, ഞാൻ എന്തോരം നിനക്ക് വേണ്ടി നിന്നതാണ്, ഇപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നോ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്നില്ലെന്നോ? പറ്റില്ല, ഞാൻ നിനക്ക് വേണ്ടി നിന്നതാണ്, എന്നെ നീ ഒന്ന് ഓർക്കണമേ. അതാണ്, അയ്യോ
ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്വം കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. അങ്ങനെ പറയാനുള്ള പ്രാഗൽഭ്യമുള്ള ഒരു നീതിമാനായ ഒരു രാജാവായിരുന്നു ആര്? യെഹിസ്കീയാവ്. അവനോട് ദൈവം പറഞ്ഞു. ഉടനെ എന്ത് സംഭവിച്ചു? ഹിസ്കീയാവ് ഏറ്റവും കരഞ്ഞു. അതായത് പ്രാർത്ഥനയിൽ അവൻ കരഞ്ഞു, കർത്താവേ, ഈ രോഗത്തിൽ ഞാൻ മരിക്കണ്ട, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. 4-ാം വാക്യം, എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കീയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രാർത്ഥന കേൾക്കുന്നവൻ, കണ്ണുനീർ കാണുന്നവൻ, ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നവൻ. ആയുസ് ദൈവത്തിൻ്റെ കയ്യിലാണ്, മനുഷ്യരുടെ കയ്യിലല്ല. നാളെ ഒരുത്തന് തോന്നുകയാണ് വഴിയിൽ വെച്ച് നിന്നെ അങ്ങോട്ട് തല്ലിക്കൊല്ലണം. നടക്കൂല കുഞ്ഞെ, നിന്നെ തൊടാൻ കഴിയില്ല. നിന്റെ ചുറ്റും ദൂതന്മാരുടെ കാവലാണ്. നീ ദൈവത്തിൻ്റെ നിക്ഷേപമാണ്, നീ ദൈവത്തിൻ്റെ നിധിയാണ്, നീ ദൈവത്തിൻ്റെ നീതിമാനാണ്. ശത്രുവിന് നിന്നോട് അടുക്കാൻ കഴിയില്ല. ദാവീദ് പറയുന്നു, ശത്രുക്കൾ എന്നോട് അടുത്താൽ മുൾത്തീ പോലെ കെട്ടുപോകും. മുൾത്തീ എങ്ങനെയാണ്? ഒന്ന് പൊട്ടും, ചാരമായി മാറും. അധികം നേരം കത്തുകയില്ല മുൾത്തീ. ഒരു പൊട്ടലും കത്തലും ഒക്കെ ഉണ്ട്, കത്തി തീർന്നു പോകും, അധികം നേരം മുന്നോട്ട് പോകില്ല. ഇതുപോലെയാണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. നിന്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരാൻ പോകുന്ന മരണം നടക്കില്ല. മാരക രോഗം നീ പുറത്തു വരും. നീ പറയണം, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചതാണ്. അപ്പോൾ നല്ല സമയത്ത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചുവരിന് നേരെ തിരിഞ്ഞ് കണ്ണുനീരോടെ പറയാൻ ചില ഡയലോഗുകൾ പ്രാർത്ഥനയിൽ നമ്മുടെ വായിൽ വേണം. അല്ലെങ്കിൽ പറയും, പാപിയാണേ, ഞാനൊന്നും ചെയ്തില്ലേ, എന്നെ സഹായിക്കില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനൊന്ന് ചോദിക്കുകയാണ്. അതിനേക്കാൾ ഞാൻ പാപിയായിപ്പോയി, എന്നോട് പൊറുക്കണമേ. ഇതാണ് പ്രാർത്ഥനയുടെ സമയത്തെല്ലാം കുറ്റബോധമാണ്. ഇവിടെ യെഹിസ്കീയാവ് പ്രാഗൽഭ്യത്തോടെ, ഞാൻ നിനക്ക് വേണ്ടി നിന്നതാണ്, ഞാൻ നിന്റെ നാമത്തിൽ ചെലവഴിച്ചതാണ്, ഞാൻ നിനക്ക് വേണ്ടി ഓടിയതാണ്, ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചതാണ്. ഏകാഗ്ര ഹൃദയം, വിശ്വസ്തത, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച വ്യക്തിയാണെങ്കിൽ നാളെ നിനക്ക് വരുന്ന വിഷയം നീ അതിനെ ജയിച്ചടക്കും. ഇന്നലകളിൽ വന്ന വിഷയങ്ങൾ നമ്മൾ ഇന്നുകളിൽ ഓവർകം ചെയ്തില്ലേ? ഇന്നലകളിൽ വന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഇന്നുകളിൽ ദൈവം നമ്മെ കൊണ്ടുവന്നില്ലേ? അതുപോലെ ഇന്നുകളിൽ വന്ന വിഷയങ്ങളെ ദൈവം നമ്മെ അതിജീവിക്കുവാൻ വിശ്വാസവും ധൈര്യവും പ്രാർത്ഥനയും നമുക്ക് നൽകി തരുന്നു. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ വളരെ ഫലിക്കുന്നു. അങ്ങനെ യെഹിസ്കീയാവിൻ്റെ ആയുസ് ദൈവം അവന് കൂട്ടിക്കൊടുത്തതായിട്ട് നാം കാണുന്നു. പുതിയ നിയമത്തിൽ നിന്ന് തബീതയുടെ ചരിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം. 10-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ കാണാം, തബീത മരിച്ചു, എന്നാൽ കൂടെയുള്ളവർ അവളെ അടക്കുന്നില്ല, കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തി. പത്രോസ് അടുത്ത് ഒരു സ്ഥലത്തുണ്ടെന്നറിഞ്ഞു. അങ്ങനെ പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നു. ചുറ്റും നിന്നവർ കരയുന്നു. അവൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം, അവൾ തയ്ച്ചു കൊടുത്ത ഉടുപ്പെല്ലാം കാണിച്ചുകൊണ്ട് വിധവമാർ ചുറ്റും നിൽക്കുന്നു. ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തവളാണ്. ആ കാലത്ത് എത്രയോ പേര് മരിച്ചു. ആ സഭയിൽ വലിയ സഭകളാണ്, 1000 കൂടുന്ന സഭയിൽ എത്രയോ പേര് മരിച്ചു. എന്നാൽ തബീത മരിച്ചാൽ ഉയർപ്പിച്ചേ മതിയാകൂ. കാരണം അവൾ ഒരു ദിവസം ജീവിച്ചിരുന്നാൽ 1000 പ്രയോജനപ്പെടും. അങ്ങനെ പ്രയോജനപ്പെടുന്നവരാണെങ്കിൽ ജീവിച്ചിരുന്നേ മതിയാകും. അതായത് വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയാണെങ്കിൽ ഉടനെ സ്റ്റാൻഡ് വിട്ടു പോകുന്നതാണ് നല്ലത്. എന്നാൽ ഞാൻ ഒരു ദിവസം കൂടി ഇരുന്നാൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നതാണ് അത്യുത്തമം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇരുന്നാൽ നിങ്ങൾക്ക് പ്രയോജനം വരുമെങ്കിൽ ഞാൻ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിൽ ആ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇരിക്കാം, എനിക്ക് പോകുന്നതാണ് നല്ലത്.
അതായത് ഞാൻ ഇരുന്നാൽ ഞാൻ ഒത്തിരി കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നവരുടെ ആയുസ്സിനെ ദൈവം വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് ദാവീദിനോട് അബിഗേൽ പറഞ്ഞു, യജമാനൻ ചെയ്യുന്നത് യഹോവയുടെ യുദ്ധങ്ങളാണ്. യജമാനെ കൊല്ലാൻ വരുന്നവർക്ക് കൊല്ലാൻ കഴിയില്ല. കാരണം എന്താണ്? യജമാനൻ്റെ പ്രാണൻ ദൈവത്തിൻ്റെ ഭാണ്ഡത്തിലിരിക്കുന്നു. അതുകൊണ്ട് ശത്രുക്കളെയെല്ലാം കവണിയുടെ തടത്തിലെന്നവണ്ണം എറിഞ്ഞുകളയും എന്ന് അബിഗയിൽ ദാവീദിനോട് പ്രവചിക്കുന്നത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവമക്കൾ അറിയേണ്ട ഒരു സത്യം, ദൈവത്തിന് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിക്ക് മരിക്കാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ആയുസ്സിനെ ദൈവം കൂട്ടും. അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ടിരിക്കും. ദൈവം നീതിമാനെ കൈവിട്ട് കളയുകയില്ല. നീതിമാന്റെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ഇന്ന് ഈ ഒരു പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രാർത്ഥനയായിട്ട് മാറും. ഒരു വിഷയം വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി നിന്നതാണ് എന്ന് പറയാനുള്ള ഒരു പ്രാഗൽഭ്യം എപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം സമ്പാദിച്ചു വെക്കണം. അതായത് നമ്മുടെ നല്ല സമയത്ത് നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ ഒരാവശ്യം വരുമ്പോൾ നമുക്ക് ദൈവസ്ഥൽ ഇടിവിൽ നിന്ന് അത് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് മോശ ദൈവത്തോട് പറഞ്ഞത്, ഈ ജനത്തെ കൊല്ലാൻ പാടില്ല. മോശയ്ക്കറിയാം, ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നതാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തതാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു വാക്ക് ദൈവം വേണ്ടെന്ന് വെക്കില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം മോശയ്ക്കും ജനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ മോശ എന്ത് ചെയ്തു? ദൈവത്തോട് അപേക്ഷിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ ജനത്തെ വീണ്ടെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. മോശ ജനത്തെ മുഴുവനും പ്രാർത്ഥനയിലൂടെ വീണ്ടെടുത്തു. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, വേണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു, ഈ ജനത്തെ കൈവിട്ട് കളയരുത്. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. നീതിമാൻ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കും. നീതിമാന് ദൈവം മറന്നു കളയില്ല. നാം ഇടിവിൽ നിൽക്കുമ്പോൾ നമ്മെ ഓർത്ത്, അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവം നമ്മെ ഓർത്ത് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കും. നമ്മെ ഓർത്ത്, നമ്മുടെ വീടിനെ ഓർത്ത് നമ്മുടെ അയൽവാസികളെ ദൈവം രക്ഷിക്കും. ആ ദേശത്ത് വരാനുള്ള അനർത്ഥത്തെ ദൈവം തട്ടിമാറ്റും. നമ്മുടെ കാലത്ത് ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ എന്നോട് അപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കാലത്ത് ഞാനത് ചെയ്യില്ല, നിന്റെ കാലശേഷം അത് ചെയ്യും. നിന്റെ കാലത്ത്, അതായത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അത് കണ്ടാൽ നമുക്ക് സങ്കടമാണെന്ന് തോന്നുന്നത് ദൈവം മാറ്റിവെക്കും. ദൈവമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ കാലത്ത് എന്ത് ചെയ്യണം, നമ്മുടെ കാലത്ത് എന്ത് ചെയ്യരുത്. ഈ നല്ല ദൈവത്തെ, സത്യദൈവത്തെ, തൻ്റെ പുത്രനെ തന്ന് നമ്മെ സ്നേഹിച്ച കർത്താവിനെ, സ്വർഗീയ പിതാവിനെ എത്രത്തോളം നാം ബഹുമാനിക്കണം. അവൻ നമ്മെ മറക്കുന്ന ദൈവമല്ല, ഓർക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് വരെയും അനുസരണമുള്ളവനായി, പിതാവിനോട് അനുസരണമുള്ളവനായി ദൈവവചനം പൂർത്തിയാക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ മെച്ചമുള്ളതാക്കി മാറ്റാൻ ഞങ്ങൾക്ക് വിരോധമായ കയ്യെഴുത്തുകൾ ക്രൂശിൽ മായ്ച്ചു കളയുകയും ചെയ്തതിനായി നന്ദി. ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുന്നവർക്ക് വിടുതൽ അങ്ങ് കൽപ്പിച്ചാക്കി ഈ കുടുംബങ്ങൾക്കൊരു ഉദ്ധാരണമുണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളും സൗഖ്യമാകട്ടെ. വീടുകളിൽ സ്വസ്ഥതയും സമാധാനവും ഒരു നദി പോലെ ഒഴുകട്ടെ. ഇന്ന് ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ അതിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. അങ്ങ് ഇവരെ ഓർത്തേ മതിയാകും. ഇവരുടെ ആവശ്യങ്ങൾ ഓർക്കണമേ. ഈ ഭാരങ്ങൾ ഇവരെ വിട്ട് മാറട്ടെ. ഒരു പുതിയ തുടക്കം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നു മുതൽ ഒരു നന്മയുടെ വഴി തുറക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ വിശ്വസിക്കാം. ദൈവം മറന്നു കളയുന്ന അനീതിയുള്ള ദൈവമല്ല. നാം ദൈവത്തിന് വേണ്ടി ചെയ്തതെല്ലാം ഓർത്തിരിക്കുന്ന ദൈവമാണ്. ഈ കർത്താവിനെ വീണ്ടും പിൻപറ്റാം, ആശ്രയിക്കാം, ആരാധിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.